പല വീടുകളും ഇന്ന് തകർന്നു പോകുന്നത് പണമില്ലാത്തത് കൊണ്ടൊന്നല്ല കേട്ടോ, അഹങ്കാരം കൊണ്ടാണെന്നാ പറയാ. ഒരേ വീട്ടിൽ താമസിക്കുന്നു, പക്ഷേ ഒരാളുടെ വേദന മറ്റൊരാൾക്ക് അറിയുന്നില്ല എന്നുള്ളതാ. അച്ഛൻ കരയുന്നത് ബാത്റൂമിലാണ്, അമ്മ കരയുന്നത് അടുക്കളയിലാണ്, മക്കൾ കരയുന്നത് എവിടെയാ? രാത്രി തലയണയിൽ മുഖം മുക്കിയാണ് എന്നുള്ളതാ. പുറത്തുനിന്ന് നോക്കുമ്പോൾ ഹാപ്പി ഫാമിലി, സന്തോഷമുള്ള ഒരു കുടുംബമല്ലേ? പക്ഷേ അകത്ത് സംസാരമില്ല, അതുപോലെ തന്നെ സ്നേഹമില്ല, മനസ്സിലാക്കലില്ല. ഓർമ്മിക്കണം കേട്ടോ, നിങ്ങൾ വീട്ടിൽ മിണ്ടാതിരിക്കുന്ന ഒരാൾ അവഗണന കൊണ്ട് അല്പാൽപായി മരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത്. ഇന്ന് നമ്മൾ ഈഗോ ജയിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്, പക്ഷേ അതിനിടയിൽ നമ്മളെ സ്നേഹിച്ച ആളുകളെ നഷ്ടപ്പെടുത്തുകയാണ് നമ്മളെപ്പോഴും. ഒരു ദിവസം വരും, അമ്മയുടെ ഫോൺ വിളികൾ വരില്ല, ഇനി അച്ഛൻ്റെ ശബ്ദം ഇനി കേൾക്കില്ല, കഴിച്ചോ മോനെ എന്ന് ചോദിക്കാൻ ഇനി ആരും ഉണ്ടാകില്ല. അപ്പോൾ മനസ്സിലാകും ജീവിതത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ അവഗണിച്ചത് നമ്മളെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചവരായിരുന്നു എന്നുള്ളത്. പണമൊക്കെ വീണ്ടും നമുക്ക് സമ്പാദിക്കാൻ കേട്ടോ, ബിസിനസ് നമുക്ക് വീണ്ടും ഉണ്ടാക്കാം, തുടങ്ങാം. പക്ഷേ തകർന്നു പോയ കുടുംബം, മരിച്ചുപോയ ബന്ധങ്ങളെ തിരികെ കൊണ്ടുവരാൻ നമുക്ക് ഒരിക്കലും കഴിയില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഇന്ന് നിങ്ങൾ വീട്ടിൽ പോകുമ്പോൾ കുറച്ച് സ്നേഹത്തോടെയൊക്കെ സംസാരിക്കാൻ ശ്രമിച്ചു നോക്കാം. നിങ്ങൾ അമ്മയെ ഒന്ന് ചേർത്ത് പിടിക്കുക, അച്ഛനോടൊന്ന് നന്ദി പറയുക, ഭാര്യയോ ഭർത്താവിനെയോ നിങ്ങളൊന്ന് കേൾക്കാൻ ശ്രമിക്കുക, മക്കൾക്ക് സമയം കൊടുക്കുക കേൾക്കാനും പറയാനും. കാരണം അവസാനം ഐസിയുവിൻ്റെ പുറത്ത് കരയാൻ വരുന്നത് നമ്മുടെ ഫോളോവേഴ്സോ ലൈക്ക് അടിക്കുന്നവരോ ഒന്നും ആയിരിക്കില്ല കേട്ടോ, നമ്മുടെ കുടുംബം മാത്രമായിരിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് ഫാമിലി മാറ്റേഴ്സ് ലേറ്റ് ആകുന്നതിന് മുമ്പ് സ്വന്തം ആളുകൾ നിങ്ങൾ സ്നേഹിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഐസിയുടെ പുറത്ത് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഒരിക്കലും നിങ്ങളുടെ ഫോളോവേഴ്സ് അല്ലെങ്കിൽ ലൈക്ക് അടിക്കുന്നവരായിരിക്കില്ല, നിങ്ങളെ കുടുംബം തന്നെയാണ്. ഈ ജനറേഷൻ ഏറ്റവും കൂടുതൽ നഷ്ടപ്പെടുത്തുന്നത് അവരുടെ നഷ്ടങ്ങളൊക്കെ തന്നെയാണ് ഇതുപോലെയുള്ള. അതുകൊണ്ട് നിങ്ങളുടെ ഈഗോ ജയിച്ചിട്ട് ഒരു കാര്യവുമില്ല. സ്വന്തം മക്കൾ നഷ്ടപ്പെട്ടാൽ, അല്ലെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഭാര്യ ആകട്ടെ, ഭർത്താവാകട്ടെ, അമ്മയാകട്ടെ, അച്ഛനാവട്ടെ, മക്കളാകട്ടെ, നിങ്ങൾ സന്തോഷത്തോടെ നിങ്ങൾ ഒന്ന് കെട്ടിപ്പിടിച്ച് ഒന്ന് സംസാരിക്കാൻ, കൂടെ നിന്നുകൊണ്ട് സംസാരിക്കാൻ ശ്രമിച്ചു നോക്കൂ. തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും കേട്ടോ. ഒരുപാട് സ്നേഹം മാത്രം, എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ. താങ്ക് യു.